എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 99 ചാൻഡാൺമൈ സദ്ഗുണങ്ങൾ എന്നതിലെ 6ാമത്തെ കുറിലുകൾ തൊട്ട് നോക്കാം. ചാൽ പിർക്കു കട്ടളൈ യാതെനിൻ തോൽവി തുലയല്ലാർ കണ്ണും കൊളൽ. ചാൽ പിർക്കു കട്ടളൈ യാതെനിൻ തോൽവി തുലയല്ലാർ കണ്ണും കൊളൽ. യോഗ്യതയ്ക്കുരകല്ലെ താഴ്ന്നോരോടും തോൽവി ഏറ്റുചൊല്ലും മനോഭാവം. യോഗ്യതയ്ക്കുരകല്ലെ താഴ്ന്നോരോടും തോൽവി ഏറ്റുചൊല്ലും മനോഭാവം. ചാൽ പിറുക് മഹത്വത്തിന്, കട്ടളൈ ഉരകല്ലാവുന്ന പ്രവൃത്തി, യാതെനിൻ ഏതാണെന്ന് വെച്ചാൽ, തോൽവി എന്ന് വെച്ചാൽ പരാജയം മറ്റുള്ളവരുടെ മുന്നിൽ സംഭവിക്കുന്ന, തുലയല്ലാർ കണ്ണും തന്നെക്കാൾ എളിയവരായ ആൾക്കാരോടും കൊള്ളൽ അംഗീകരിക്കുക എന്നതാണ്. യോഗ്യതയുടെ ശരിയായ ഉരകല്ലെ തനിക്കുണ്ടാകുന്ന പരാജയത്തെ എളിയവരുടെ മുന്നിലും അംഗീകരിക്കുക എന്നത് തന്നെയാണ്. ആരും എല്ലാവിധത്തിലും താഴ്ന്നവരല്ല, ഉയർന്നവരുമല്ല. ഏതെങ്കിലും ഒരു ശക്തിവിശേഷമുള്ളവന് ഏതെങ്കിലും ഒരു ദൗർബല്യവും ഉണ്ടായിരിക്കും. അതുപോലെ മറിച്ചും ഇതറിയാവുന്ന മഹത്തുക്കൾ താണവരെയും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉയർന്നവരായോ സമന്മാരായോ കാണുന്നു. ഇതിൽ പറയണത് യോഗ്യത എന്നതിൻ്റെ ശരിയായിട്ടുള്ള ഉരകല്ലെ അവനവനുണ്ടാകുന്ന തോൽവികളെ എളിയവരുടെ മുന്നിലും തന്നേക്കാൾ താഴ്ന്നവരുടെ മുന്നിലും അംഗീകരിക്കുക എന്നതാണ്. ആരും താഴ്ന്നവരും അല്ല, ആരും ഉയർന്നവരുമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ശക്തി ഉള്ളവന് ഏതെങ്കിലും ഒരു ദൗർബല്യവും ഉണ്ടാവും. അതുപോലെ തിരിച്ചും ദൗർബല്യമുള്ളവർക്ക് ശക്തിയും ഉണ്ടാവും. ഇതറിയാവുന്ന മഹത്വക്കളായിട്ടുള്ള ആൾക്കാരെ താണവരെയും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉയർന്നവരായോ സമന്മാരായോ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇന്ന ചെയ്താർക്കും ഇനിയവേ ചെയ്യാക്കാൽ എന്ന പയത്തതോ ചാൽപ്പോ. ഇന്ന ചെയ്താർക്കും ഇനിയവേ ചെയ്യാക്കാൽ എന്ന പയത്തതോ ചാൽപ്പോ. തുമ്പമേ ചെയ്തോർക്കും നന്മതാൻ ചെയ്യാകിൽ എന്തേ ഫലം മഹത്വത്താൽ. തുമ്പമേ ചെയ്തോർക്കും നന്മതാൻ ചെയ്യാകിൽ എന്തേ ഫലം മഹത്വത്താൽ. ഇന്ന ദ്രോഹം മാത്രം, ചെയ്താർക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളവർക്കും, ഇനിയവേ നന്മയുള്ള കാര്യങ്ങൾ മാത്രം, ചെയ്യാക്കാൽ ചെയ്യാത്ത പക്ഷം, ചാൽപ്പു മഹത്വം എന്ന് പറയുന്നത്, എന്ന പയത്തത് എന്തു ഫലമുള്ളതാണ്. മഹത്വം എന്ന യോഗ്യത അർത്ഥവത്തായി തീരണമെങ്കിൽ ഇങ്ങോട്ട് നാളിതുവരെ ദ്രോഹം മാത്രം ചെയ്തവരോടും അങ്ങോട്ട് നന്മയെ ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ മഹത്വത്തിന് എന്താണൊരു വില? മഹത്വം എന്ന് പറയുന്നത് അതിന് ശരിയായ അർത്ഥം ആയിട്ടത് വരണമെങ്കിൽ ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവരോടും അങ്ങോട്ട് നന്മയെ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് ആ മഹത്വം എന്ന യോഗ്യത ശരിക്കുള്ള ഒരർത്ഥത്തിൽ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മഹത്വത്തിന് യാതൊരു വിലയുമില്ല. ഇന്മൈ ഒരു വെറുകിളി വൻഡു ചാൽ പെന്നും തിന്മയുണ്ടാകപ്പെറിൻ. ഇന്മൈ ഒരുവറ് കിളിവൻഡു ചാൽ പെന്നും തിന്മയുണ്ടാകപ്പെറിൻ. ഇല്ലായ്മ ഇഴിവല്ലോരാൾക്കും മഹത്വമെന്നുള്ള തികവുള്ളിടത്തോളം. ഇല്ലായ്മ ഇഴിവല്ലൊരാൾക്കും മഹത്വമെന്നുള്ള തികവുള്ളിടത്തോളം. ചാൽ പെന്നും മഹത്വമെന്ന തിന്മൈ ബലം ഉണ്ടാകപ്പെറിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വറുകു അയാൾക്ക് ഇന്മൈ ഇല്ലായ്മ, അതായത് ദാരിദ്ര്യം, ഇളിവൻഡു എന്ന് പറഞ്ഞാൽ ഒരു കുറവല്ല. സദ്ഗുണസമ്പന്നമായ മഹത്വം ആർജിച്ചിട്ടുള്ള ഒരാൾ ആ മഹത്വം കുറയാതെ കാക്കുന്നിടത്തോളം അയാൾക്ക് ദാരിദ്ര്യം പോലും ഒരു കുറവായിട്ട് അനുഭവപ്പെടില്ല. അത്തരക്കാർക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്കതൊരു കുറവാവില്ല. ഈ മഹത്വക്കളായിട്ടുള്ള ആൾക്കാർ, മഹത്വം ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ആ മഹത്വം അദ്ദേഹം സൂക്ഷിക്കുന്നിടത്തോളം ദാരിദ്ര്യം പോലും അദ്ദേഹത്തിന് ഒരു കുറവായിട്ട് ആരും കാണില്ല, അദ്ദേഹവും കാണില്ല, ചുറ്റുപാടുള്ളവരും കാണില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം ഇത്തരക്കാർക്ക് ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. അഥവാ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഉണ്ടായാൽ പോലും അതൊരു കുറവായിട്ട് ആരും കാണില്ല. ഊഴി പെയരിനും താം പെയരാർ ചാൻഡാൺമൈ കാഴിയെനപ്പെടുവാർ. ഊഴി പെയരിനും താം പെയരാർ ചാൻഡാൺമൈ കാഴിയെനപ്പെടുവാർ. ഊഴിതാനിളകിലും ഇളക ഗുണങ്ങൾ തന്നാഴിയായി മേവിടുന്നോർ.
ഊഴി താനിളകിലും ഇളകാ ഗുണങ്ങൾ തന്നാഴിയായി മേവിടുന്നോർ. ചാൻഡാൺമയ്ക്കു സദ്ഗുണങ്ങളുടെ സമാഹൃതഭാവമായ മഹത്വത്തിന് സമുദ്രമായിട്ട് പരിലസിക്കുന്ന മഹാന്മാർ, അത്രയും മഹത്വക്കളായിട്ടുള്ള മഹാന്മാർ, സദ്ഗുണങ്ങളുടെ ഒരു സമാഹൃതഭാവമായിട്ടുള്ള മഹത്വം അല്ലെങ്കിൽ ഒരു സമുദ്രം ആയിട്ട് പരിലസിക്കുന്ന മഹാന്മാർ. ഊഴി ഈ ഭൂമി തന്നെ, പെയരിനും ഇളകിയാലും താം പെയരാർ തങ്ങൾ ഇളകുകയില്ല. മലകൾ ഇളകിലും മഹാജനാനാം മനമിളക എന്ന ചൊല്ലോർക്കുക. ഭൂമി ഇളകിയാൽ പോലും സദ്ഗുണങ്ങൾക്ക് സമുദ്രമായിട്ടുള്ള മഹാത്മാക്കളുടെ മനസ്സിന് ഇളക്കമുണ്ടാവുകയില്ല. എന്തു തന്നെ ഉണ്ടായാലും അവർ തങ്ങളുടെ ധർമ്മനിഷ്ഠമായ സ്വഭാവ മഹത്വത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കില്ല എന്നാണ് പറയുന്നത്. മലകൾ ഇളകിയേക്കാം, അത്ര പോലും ഈ മഹത്തുക്കളുടെ മനമിളക എന്നൊരു ചൊല്ലുണ്ട്. ഭൂമി ഇളകിയാൽ പോലും സദ്ഗുണങ്ങൾക്ക് അത്ര സമുദ്രമായിട്ടുള്ള അത്രയും സദ്ഗുണങ്ങളുള്ള മഹാത്മാക്കളുടെ മനസ്സിന് ഇളക്കമുണ്ടാവില്ല. എന്തു തന്നെ ഉണ്ടായാലും അവർ ധർമ്മനിഷ്ഠമായിട്ടുള്ള സ്വന്തം സ്വഭാവ മഹത്വത്തിൽ നിന്ന് ഒട്ടും മാറി ചിന്തിക്കുകയില്ല, പ്രവർത്തിക്കുകയുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ചാൻഡവർ ചാൻഡാൺമൈ കുൻഡിൻ ഇരുനിലന്താൻ താങ്കാതു മന്നോ പൊറൈ. ചാൻഡവർ ചാൻഡാൺമൈ കുൻഡിൻ ഇരുനിലന്താൻ താങ്കാതു മന്നോ പൊറൈ. ഗുണികൾ ഗുണനന്മയെ കൈയൊഴിഞ്ഞാൽ ഭൂമിക്കരുത് കൊടുംഭാരം താങ്ങാൻ. ഗുണികൾ ഗുണനന്മയെ കൈയൊഴിഞ്ഞാൽ ഭൂമിക്കരുത് കൊടുംഭാരം താങ്ങാൻ. ചാൻഡവർ മഹത്വത്തെ പ്രാപിച്ചവർ, ചാൻഡാൺമൈ തങ്ങളുടെ മഹത്വം, കുൻഡിൻ കുറഞ്ഞു പോകുന്ന മട്ടിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇരുനിലന്താൻ അത്രമേൽ സുവിസ്തൃതമായ ഈ ഭൂമി, പൊറൈ ദുസ്സഹമായ ഭാരത്തെ, താങ്കാതു താങ്ങുകയില്ല. ഭൂമി ക്ഷമയോടെ കനത്ത ഭാരം താങ്ങുന്നത് സദ്ഗുണസമ്പന്നരായ മഹാത്മാക്കളോടുള്ള വിധേയത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. അവരും മഹത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ പിന്നെ ഈ ഭൂമി മുഴുവൻ ദുർജനങ്ങളെ കൊണ്ട് നിറയുകയേ ഉള്ളൂ. തീർച്ചയായും ഭൂമിക്ക് ആ ഭാരം താങ്ങാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭൂമി ഇത്രയും വലിയ ഭാരങ്ങൾ, ഭൂമിയിൽ എന്തൊക്കെയാണ് മനുഷ്യർ, കെട്ടിടങ്ങളും എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്, അതൊക്കെ താങ്ങണത് സദ്ഗുണസമ്പന്നരായിട്ടുള്ള മഹാത്മാക്കൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. അവരോട് ഭൂമിക്കുള്ള ഒരു വിധേയത്വം കൊണ്ടാണെന്നാണ് പറയുന്നത്. അവരും ഈ സദ്ഗുണസമ്പന്നരും അവരുടെ ആ മഹത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഈ ഭൂമി മുഴുവൻ പിന്നെ ദുർജനങ്ങൾ മാത്രമാവും. അങ്ങനൊരവസരത്തിൽ തീർച്ചയായും ഭൂമിക്ക് ഈ ഭാരം താങ്ങാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. പണ്ടത്തെ കഥകളിലും പറയുന്നുണ്ടല്ലോ, ഭൂഭാരം താങ്ങാൻ പറ്റാതെ ഭൂമിദേവി അങ്ങനെ ഭഗവാനെ കാണാൻ പോയെന്നും ഭഗവാൻ അവതരിച്ചു, അങ്ങനെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു അർത്ഥം ഭൂഭാരം താങ്ങാന്ന് പറഞ്ഞാൽ പലതരത്തിൽ ദുർജനങ്ങൾ നിറയണ ഒരു സമയത്താണത് ഭൂമിയിൽ. അല്ലാതെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുർജനങ്ങൾ, ആദ്യത്തെ ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഭൂമിയിൽ പലതുകൊണ്ടും ഭാരം ഉണ്ടല്ലോ. പിന്നെ ദുർജനങ്ങൾ മാത്രമാവുമ്പോൾ ആ ഭാരം ഭൂമിക്ക് അവരുടെ ഭാരം മാത്രമല്ല, മറ്റുള്ള ഈ ഭൂമിയിലുള്ള സംഭവങ്ങളുടെയൊക്കെ ഭാരവും താങ്ങാൻ ഭൂമിക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 പൊരുളുകൾ കഴിഞ്ഞു. നാളെ നമുക്ക് അധികാരം 100 പൺപുടൈമൈ സംസ്കാരം അതിനെക്കുറിച്ച് നോക്കാം. നന്ദി.